നമസ്കാരം. അപ്പം ഇന്ത്യ വേഴ്സസ് സൗത്ത് ആഫ്രിക്ക കളി നമുക്ക് എവിടെയാണ് പഴിച്ചത്? ആദ്യം പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ എന്താ പറയുന്നത്, ടോസ് നേടി ഫസ്റ്റ് ബാറ്റിംഗ് തന്നെ സൗത്ത് ആഫ്രിക്ക എടുത്തപ്പോൾ തന്നെ ഒരു സ്റ്റിക്കി പിച്ച് എന്നുള്ള രീതിയിലാണ് നമുക്ക് കളി കണ്ടപ്പോൾ തന്നെ തോന്നിയത്. അതായത് ഫസ്റ്റ് പവർ പ്ലേ തന്നെ സൗത്ത് ആഫ്രിക്കയുടെ ടോപ്പ് ഓർഡറിൻ്റെ വിക്കറ്റ് ഇന്ത്യക്ക് കിട്ടുകയും അത് കഴിഞ്ഞ് വന്നിട്ട് ബ്രേവ്സും മില്ലറും കൂടെ ഉണ്ടായിരുന്ന ഒരു പാർട്ട്ണർഷിപ്പ് കൊണ്ട് സൗത്ത് ആഫ്രിക്ക റിക്കവറായി വരുവാണ് ചെയ്തത്. അതേ രീതിയിൽ തന്നെയാണ് ഇന്ത്യൻ ബാറ്റിംഗ് തുടങ്ങിക്കഴിഞ്ഞിട്ടും പവർ പ്ലേയിൽ തന്നെ 3 വിക്കറ്റ് പോവുകയും, പക്ഷേ അത് കഴിഞ്ഞ് നമുക്ക് മുന്നോട്ട് ഒരു പാർട്ട്ണർഷിപ്പ് സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയില്ല. അപ്പം അതൊരു മെയിൻ കാരണമായിട്ട് നമുക്ക് പറയാൻ പറ്റും. അപ്പം വേറൊരു കാരണം എന്ന് പറയുന്നത്, ആദ്യം മുതൽ പറഞ്ഞു കേട്ട ഇന്ത്യയുടെ ഫുൾ ടോപ്പ് ഓർഡർ ഒരു ലെഫ്റ്റ് ഹാൻഡ് ഹെവി രീതിയിലേക്കാണ് വന്നത്. അതായത് ഫസ്റ്റ് 3 ബാറ്റ്സ്മാൻമാരെ എടുത്തു കഴിഞ്ഞാൽ തന്നെ ഇന്ത്യ കളിച്ച ഒരു കളി വെച്ച് സഞ്ജു വന്ന ഒരു കളി വെച്ച് ബാക്കി എല്ലാ കളിയിലും ടോപ്പ് 3 ഒരു ലെഫ്റ്റ് ഹാൻഡ് കോമ്പിനേഷൻ തന്നെയായിരുന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേന് ഓപ്പോസിറ്റ് ടീമിന് ഓരോ ഡെലിവറി കഴിയുമ്പോഴും അല്ലെങ്കിൽ ഓരോ ഓവർ കഴിയുന്ന സമയത്താണെങ്കിൽ പോലും അവർക്ക് ഫീൽഡ് പ്ലേസ്മെൻറ്റിൽ കാര്യമായ ചേഞ്ച് വരുത്തേണ്ട ആവശ്യമില്ല. ഒരു ബോളർ ബോൾ ചെയ്യുന്ന സമയത്ത് സെയിം ലൈൻ ആൻഡ് ലെന്ത് തന്നെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഓഫ് സൈഡിലേക്ക് നോക്കി എറിഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഈ ലെഫ്റ്റ് ഹാൻഡേഴ്സിനെ പ്രഷറൈസ് ചെയ്യാനായിട്ട് എളുപ്പമാണ്. എസ്പെഷ്യലി അഭിഷേകിൻ്റെയും ഇഷാൻ്റെയും ഒക്കെ ഒരു ബാറ്റിംഗ് സ്റ്റൈൽ എന്ന് പറയുന്നത് അതുപോലത്തെ ഒരു എന്താ പറയുക, അതുപോലത്തെ ഒരു സ്റ്റൈലാണ് അവരുടെ ഒരു ബാറ്റിങ്. പിന്നെ അത് കഴിഞ്ഞ് വരുന്ന തിലക് വർമ്മയാണെങ്കിലും പുള്ളി ആദ്യം സെറ്റിൽ ചെയ്യാനായിട്ട് കുറേ ബോൾ യൂസ് ചെയ്ത് കഴിഞ്ഞ് സെറ്റിലായി കഴിഞ്ഞിട്ട് കളിക്കുന്നതാണ് നമ്മൾ ഇത്രയും ദിവസം കണ്ടത്. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടോപ്പ് ഓർഡറിൽ അറ്റ്ലീസ്റ്റ് ഓപ്പണിങ് അല്ലെങ്കിൽ 1 ഡൗൺ ഒരു റൈറ്റ് ഹാൻഡർ ഉണ്ടായിരുന്നെങ്കിൽ ചിലപ്പം ഈ പവർ പ്ലേയിൽ തന്നെ സ്പിന്നേഴ്സ് വരുന്ന ഇന്ത്യക്കെതിരെ സ്പിന്നേഴ്സിനെ കൊണ്ട് ബോൾ ചെയ്യിക്കുന്നത് ആ ഒരവസ്ഥ ഒഴിവാക്കാൻ പറ്റുമായിരുന്നു. ഇപ്പം പാകിസ്ഥാനുമായിട്ട് നടന്ന കളി പാകിസ്ഥാൻ ദയനീയമായിട്ട് ഇന്ത്യയോട് തോറ്റെങ്കിൽ പോലും പാകിസ്ഥാൻ എക്സ്പോസ് ചെയ്ത് കൊടുത്തൊരു ഐഡിയ ആണ് ഇപ്പോൾ എല്ലാ ടീമും യൂസ് ചെയ്യുന്നത്. അതായത് പവർ പ്ലേയിൽ തന്നെ ഒരു ഓഫ് സ്പിന്നറെ കൊണ്ട് ബോൾ ചെയ്യിക്കുക, വിക്കറ്റ് എടുക്കുക. അറ്റ്ലീസ്റ്റ് ഒരു ഓപ്പണർ അതിൻ്റെ അകത്ത് വീണിരിക്കും. ഇത്രയും ദിവസം അതിൻ്റെ ഒരു ഇരയായിക്കൊണ്ടിരുന്നത് അഭിഷേക് ശർമ്മയാണ്. പക്ഷേ ഇന്നലെ നമുക്ക് കാണാൻ പറ്റിയത് ഇഷാൻ കിഷനെയാണ്. പിന്നെ അടുത്തതെന്ന് പറയുന്നത് നമ്മുടെ ഓൾറെഡി ഇന്ത്യൻ T20 ടീമിൻ്റെ വൈസ് ക്യാപ്റ്റനായിരുന്ന അക്സർ പട്ടേലിനെ കൽപ്പിക്കാണ്ട് വാഷിംഗ്ടൺ സുന്ദറിനെ തന്നെ വിന്നിങ് കോമ്പിനേഷൻ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് എടുത്തു. അപ്പോൾ അവർ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ സൗത്ത് ആഫ്രിക്കയുടെ ഒരു ലെഫ്റ്റ് ഹാൻഡ് ഹെവി ലൈനപ്പിനെ കൗണ്ടർ അറ്റാക്ക് ചെയ്യാനായിട്ട് വാഷിംഗ്ടൺ സുന്ദർ പോലത്തെ ഒരു ബോളർ വേണമായിരുന്നു. അതുകൊണ്ട് അങ്ങനെ ഒരു ചാൻസ് എടുത്തു എന്നാണ് പറയുന്നത്. പിന്നെ അക്സറിനേക്കാളൊരു ബെറ്റർ ബാറ്ററാണ് വാഷിംഗ്ടൺ സുന്ദർ എന്നും ഒരു സ്റ്റേറ്റ്മെൻറ്റ് കേട്ടു. പക്ഷേ ഒരിക്കലും അതല്ല. അക്സർ പറയുന്ന നല്ലൊരു ഓൾറൗണ്ടറാണ്. അപ്പം അങ്ങനെ ഒരു ബോളർ എടുത്തിട്ടുണ്ടായിട്ട് വരുൺ ചക്രവർത്തിയെ കൊണ്ട് 4 ഓവേഴ്സ് കംപ്ലീറ്റ് ചെയ്യിച്ചു. അപ്പം സാധാരണ രീതിയിൽ നന്നായിട്ട് ബോൾ ചെയ്ത് വരുമ്പോൾ പോലും ഫുൾ കോട്ട തീർക്കാത്ത വരുൺ ചക്രവർത്തിയെ കൊണ്ട് സൂര്യകുമാർ യാദവ് ഇന്നലെ നന്നായിട്ട് അടികിട്ടി. ഒരു ഓഫ് ഡേ വന്ന വരുൺ ചക്രവർത്തിയെ കൊണ്ട് 4 ഓവർ കംപ്ലീറ്റ് ചെയ്യിപ്പിച്ച് ആ ഒരു മെൻറ്റാലിറ്റി എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അപ്പം ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഇന്ത്യൻ ടീമിലെ ഒരു ബാറ്റ്സ്മാൻമാർക്ക് വളരെ ഫ്ലാറ്റായിട്ടുള്ള പിച്ചിൽ കളിച്ച് നമ്മുടെ നോർമലിയുള്ള സബ് കോണ്ടിനൻ്റ് പിച്ചിൽ കളിക്കാനായിട്ടുള്ളൊരു കേപ്പബിലിറ്റി നഷ്ടപ്പെട്ടു പോയ പോലെയാണ് കാണുന്നത്. അതായത് ഈ ഒരു ഓഫ് കട്ടർ ഡെലിവറി, സ്ലോയിഷ് ഡെലിവറി ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് അവർക്ക് സ്ട്രൈക്ക് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ കൂടി സ്ട്രൈക്ക് റൊട്ടേറ്റ് ചെയ്യുക എന്നുള്ളൊരു സാമാന്യ ബേസിക് ആയിട്ടുള്ളൊരു കാര്യമുണ്ട്. അതുപോലും മറന്നിട്ടുള്ളൊരു കളിയാണ് ഇവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പം അഭിഷേക് ആണെങ്കിൽ പോലും 2 ബോൾ 3 ബോൾ ഡോട്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പുള്ളിക്ക് അടുത്ത ബോൾ 6ഓ 4ഓ അടിച്ചേ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ എന്തോ ഒരു വെപ്രാളം പോലെ പുള്ളി അവിടെ കിടന്ന് കാണിക്കുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫോം ഔട്ടായ ബാറ്റ്സ്മാൻ ആദ്യം ക്രീസിൽ വന്നിട്ട് സെറ്റിലാകാനായിട്ട് 2-3 ബോൾ എടുക്കുക, അല്ലെങ്കിൽ സ്ട്രൈക്ക് റൊട്ടേറ്റ് ചെയ്യുക. ഇതൊക്കെ ഒരു ബേസിക് ആയിട്ടൊരു കോമൺ സെൻസാണ്. ഇത്രയും ഇൻ്റർനാഷണൽ എക്സ്പീരിയൻസ് ഉള്ള ഒരു പ്ലേയേഴ്സിന് ഇതൊന്നും ആരും പറഞ്ഞു കൊടുക്കേണ്ട ഒരു കാര്യമില്ല. അറ്റ്ലീസ്റ്റ് പറഞ്ഞു കൊടുക്കുന്നുണ്ടെങ്കിൽ പോലും അത് കോച്ചൊക്കെ പറഞ്ഞു കൊടുത്ത് എന്തെങ്കിലുമൊക്കെ കാണിച്ച് ഇതൊക്കെ ഒന്ന് സെറ്റാക്കേണ്ട സമയം കഴിഞ്ഞു. ഈ ഒരു കളി വെച്ചിട്ട് തീർച്ചയായിട്ടും ഇന്ത്യ സെമി പോലും എത്തില്ല. കാരണം ഇന്നലെ തോറ്റത് വെറും ഒരു തോൽവിയല്ല, തോറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ റൺ റേറ്റൊക്കെ കുത്തനെ താന്നുപോയി. അപ്പം ബാക്കിയുള്ള ടീം വെറുതെ തോറ്റാൽ മാത്രം പോയി. ഇനി
അല്ലെങ്കിൽ അടുത്ത ചാൻസ് എന്ന് പറയുന്നത് സൗത്ത് ആഫ്രിക്ക വെസ്റ്റ് ഇൻഡീസിനെയും സിംബാബ്വേയും തോൽപ്പിക്കണം. അത് കഴിഞ്ഞ് ഇന്ത്യ ബാക്കിയുള്ള എല്ലാ കളിയും നല്ല റൺ റേറ്റ് ജയിക്കണം. ഇപ്പം ഈ ഒരു പോക്ക് കണ്ടിട്ട് ഇന്ത്യ ചിലപ്പം സിംബാബ്വേയോടും വെസ്റ്റ് ഇൻഡീസിനോട് പോലും കഷ്ടി ജയിക്കുന്നൊരവസ്ഥയിലേക്കാണ് പോകുന്നത്. എന്തായാലും ബെറ്റർ ലേറ്റ് ദാൻ നെവർ. അവർ എന്തെങ്കിലുമൊക്കെ ചേഞ്ചസ് ടോപ്പ് ഓർഡറിൽ മാറ്റി അല്ലെങ്കിൽ ബാറ്റിംഗ് ഓർഡർ ഷഫിൾ ചെയ്ത് അറ്റ്ലീസ്റ്റ് സൂര്യകുമാർ യാദവ് 1 ഡൗൺ വരിക, അല്ലെങ്കിൽ ഇനി ഓപ്പണിംഗ് പൊസിഷനിലേക്കുള്ളത് സഞ്ജുവാണ്. ഇപ്പം ഞാൻ സഞ്ജുവിൻ്റെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ പറയും ഞാൻ സഞ്ജുവിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് പറയുന്നതാണ്. പക്ഷേ അതല്ല, സഞ്ജു അല്ലെങ്കിൽ കൂടി വേറൊരു റൈറ്റ് ഹാൻഡറെ കൊണ്ടുപോകാം. അതല്ലാണ്ട് നമുക്ക് വേറൊരു ഓപ്ഷൻ ഇല്ല. ഇനി അല്ലെങ്കിൽ അടുത്ത കളി ഇനി വെസ്റ്റ് ഇൻഡീസിൻ്റെയും നല്ല ക്വാളിറ്റി സ്പിന്നേഴ്സാണുള്ളത്. സിംബാബ്വെ ആണെങ്കിൽ പോലും സിക്കന്ദർ റാസ, റയാംബോൾ ഇവരൊക്കെ നല്ല ക്വാളിറ്റി ആയിട്ട് സ്പിന്നെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ആൾക്കാരാണ്. അപ്പം വീണ്ടും ഇന്ത്യക്ക് വരാൻ പോകുന്നത് എന്താണെന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് തന്നെ അറിയേണ്ടി വരും. നോക്കാം.